വനിതാ വേൾഡ് കപ്പ് ക്രിക്കറ്റ് മത്സരങ്ങൾ തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കില്ല. നേരത്തെ BCCI സമർപ്പിച്ച പ്രാഥമിക പട്ടികയിൽ സ്റ്റേഡിയം ഇടം പിടിച്ചിരുന്നു. എന്നാൽ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന്റെ പരിപാലനത്തിൽ കാര്യവട്ടം സ്പോർട്സ് ഫെസിലിറ്റി ലിമിറ്റഡ് KSFI വരുത്തിയ വീഴ്ചയാണ് തിരുവനന്തപുരം സ്പോർട്സ് ഹബ്ബ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ മത്സരങ്ങൾ നടത്താൻ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ നടത്തിയ നടപടികൾക്ക് തിരിച്ചടിയായത്. 5 മത്സരങ്ങൾക്ക് വേദിയാവാനുള്ള അവസരമാണ് ഇതോടെ കൈവിട്ടു പോയത്. സ്റ്റേഡിയത്തിലെ പുൽമൈതാനം അന്താരാഷ്ട്ര നിലവാരത്തിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷനാണ് പരിപാലിക്കുന്നത്. എന്നാൽ സ്റ്റേഡിയത്തിന്റെ കെട്ടിട സമുച്ചയം ഉൾപ്പെടെയുള്ള പരിപാലന ചുമതല KSFL-നായിരുന്നു. ഇതിൽ വലിയ വീഴ്ച വരുത്തിയതാണ് വേദി നഷ്ടപ്പെടാൻ കാരണമായത്. അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് സ്റ്റേഡിയം വേദിയാകുവാൻ വേണ്ടി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ 2017 മുതൽ നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിലും KCA മുടക്കിയ തുക വകവെച്ചു നൽകാൻ തയ്യാറാവാത്തതിനാൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ തുടർന്ന് മെയിന്റനൻസ് നടത്തുന്നതിൽ നിന്നും പിന്മാറുകയായിരുന്നു. വനിതാ ലോകകപ്പിനോടനുബന്ധിച്ചും സർക്കാരുമായി കൂടിയാലോചിച്ചും 18 കോടി രൂപ മുടക്കി LED ലൈറ്റ് സംവിധാനം സജ്ജമാക്കി വരുന്നതിനിടെയാണ് മറ്റ് സംവിധാനങ്ങളുടെ പോരായ്മ കാരണം ICC മത്സരങ്ങൾ മാറ്റിവെച്ചത്. കഴിഞ്ഞ ദിവസം സ്റ്റേഡിയത്തിന്റെ ഗാലറിയുടെ മേൽക്കൂര നശിച്ചിരുന്നു. ഇതിനിടെ കളിക്കളങ്ങൾ സംരക്ഷിക്കുവാനുള്ള സർക്കാർ ഉത്തരവിന് വിരുദ്ധമായും മൈതാനം സംരക്ഷിക്കാനുള്ള KCA നിർദ്ദേശങ്ങൾ പാലിക്കാതെയും KSFI അധികൃതർ സിനിമ ഷൂട്ടിംഗിന് ഗ്രൗണ്ട് നൽകുകയും ചെയ്തിരുന്നു. ഇത് പുൽമൈതാനം നശിക്കുവാനും കാരണമായി. സ്റ്റേഡിയം പരിപാലനത്തിനുള്ള KSFL-ന്റെ വീഴ്ച കണക്കിലെടുത്ത സർക്കാർ അന്താരാഷ്ട്ര സ്റ്റേഡിയം തിരികെ എടുക്കുന്നതിനായുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. സർക്കാർ അടിയന്തരമായി ഇടപെട്ട് സ്റ്റേഡിയം തിരിച്ചെടുത്തില്ലെങ്കിൽ അന്താരാഷ്ട്ര മത്സരങ്ങൾ നടക്കുന്നതിനുള്ള അംഗീകാരം സ്റ്റേഡിയത്തിന് നഷ്ടമാകുമെന്നാണ് KCA ഭാരവാഹികൾ പറഞ്ഞത്.